ഗുഡ് മോർണിംഗ്. സ്റ്റാർലൈറ്റ് മലയാളം ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഫെബ്രുവരിയിൽ നിങ്ങളിലേക്ക് വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നാണ്. എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഫെബ്രുവരിയിൽ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുവരുന്നത് എന്ന് നോക്കാം. രണ്ട് കാർഡ് വന്നു. ഫസ്റ്റ് വന്നിരിക്കുന്നത് ടെമ്പറൻസിൻ്റെ കാർഡാണ്. ടെമ്പറൻസ് എന്ന് പറഞ്ഞാൽ തൊഴിലും വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ സന്തുലിതമായി കൊണ്ടുപോകേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ തൊഴിലും നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ സന്തുലിതമായി കൊണ്ടുപോകുക. കൊടുക്കൽ വാങ്ങലുകളൊക്കെ നല്ല ശ്രദ്ധിച്ച് ചെയ്യേണ്ട സമയമാണ്. അപ്പം അതിലൊക്കെ നിങ്ങളുടെ ആ ഒരു ചിന്തകളിലും നിങ്ങളുടെ ആ പ്രവൃത്തികളിലൊക്കെ നല്ലൊരു ക്ഷമയും നല്ലൊരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വളരെയധികം ചിന്തിച്ചതിന് ശേഷം പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ വളരെ ക്ഷമയോടുകൂടി ഒരു പ്രവർത്തിക്കേണ്ട സമയമാണ് നിങ്ങളിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾക്ക് വളരെയധികം കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. നിങ്ങൾ ചെയ്യുന്ന തൊഴിലിൽ നിങ്ങൾക്ക് ഇത്ര നാളും ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ പ്രയത്നിക്കേണ്ടി വരും. നിങ്ങൾ ചെയ്തതിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് കിട്ടുന്നതിന് കുറച്ചും കൂടി നല്ല രീതിയിൽ ആത്മാർത്ഥമായി, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് തന്നെയാവും പ്രവർത്തിക്കുന്നത്. എന്നാലും കുറച്ചും കൂടി അതിൽ കൂടുതൽ സമയം അതിന് കൊടുക്കേണ്ടതായിട്ട് വരും. ആ ഒരു നിങ്ങളുടെ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരും. ഇത്ര നാൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന സാമ്പത്തിക കാര്യങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നവർക്ക് നല്ലൊരു മാറ്റം വരുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ നല്ല ലാഭവും നേട്ടവും നിങ്ങൾ വിചാരിച്ച രീതിയിൽ നിങ്ങളുടെ ചിന്തകൾക്കനുസരിച്ച് ആ ഒരു ബിസിനസ് വളരാനും നല്ല രീതിയിൽ നിങ്ങളുടെ നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു മേഖല വളരാനും നല്ലൊരു ലാഭമൊക്കെ അതിൽ നിന്നുണ്ടാവാനൊക്കെ ഈ ഒരു ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫെബ്രുവരി റീഡിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഒരു പവർ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് അതിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിലേക്ക് നല്ലൊരു മാറ്റമാണ്, സാമ്പത്തിക മാറ്റം. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ചെയ്തിരുന്ന ഇത്ര നാൾ നിങ്ങൾ ജോലി ചെയ്തിട്ട് അത് എത്ര എഫേർട്ട് ഇട്ടിട്ടും അതിനൊരു പ്രതിഫലം കിട്ടിയില്ല എന്ന് വിചാരിക്കുന്നവർക്ക് നിങ്ങളുടെ ജോലിയിൽ നല്ലൊരു ഉയർച്ചയും നേട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനം ഒരു പവറൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നല്ലൊരു സാലറിയാണ് ആഗ്രഹിച്ചിരുന്നവർക്ക് നല്ലൊരു സാലറിയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ട് നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ശരിയായ പ്രതിഫലം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണ് ഫെബ്രുവരി. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ടെമ്പറൻസിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ വീട്ടുകാര്യങ്ങളും നിങ്ങളുടെ ജോലിക്കാര്യങ്ങളും നിങ്ങളുടേതായ എല്ലാത്തിനും നിങ്ങൾ സമയം കണ്ടെത്തണം. എല്ലാം സന്തുലിതമായ രീതിയിൽ കൊണ്ടുപോകണം അല്ലേ. നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം, ജോലിയിലായാലും വീട്ടിലായാലും മറ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പലർക്കും പലതരത്തിലായിരിക്കും അതിൻ്റെ. അപ്പോൾ നമ്മൾ അതെല്ലാം നല്ല സന്തുലിതമായ രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കണം എന്നാണ് പറയുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും കുടുംബകാര്യങ്ങളും അതുപോലെ തന്നെ ജോലിക്കാര്യങ്ങളൊക്കെ സന്തുലിതമായ രീതിയിൽ കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് സോഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്നുള്ള ആവേശത്തിൽ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും നമ്മൾ ചാടി പുറപ്പെടുന്ന ഒരു എനർജി അങ്ങനെയൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതായത് എടുത്തുചാട്ടം എന്ന് പറയും. അപ്പം അതൊക്കെ കുറയ്ക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കേൾക്കുമ്പോഴേക്കും എടുത്ത് ചാടാതെ ഒന്നും കൂടി ആലോചിച്ചതിന് ശേഷം മാത്രം പ്രവർത്തിക്കാനാണ് പറയുന്നത്. കുറച്ച് ആവേശമൊക്കെ കൂടുന്നൊരു സമയമാണ്. എന്ത് കാര്യത്തിനും ഒരു എനർജിയൊക്കെ കിട്ടുന്നൊരു സമയമാണ്. ഇത്ര നാളിങ്ങനെ മൂഡ് ഓഫ് ഒക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു പ്രത്യേക എനർജി, അത് പെട്ടെന്ന് ചെയ്ത് തീർക്കണം, ഒരു ആവേശം ഉത്സാഹമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളിലും അത് ശരിയാവില്ല. അപ്പോൾ കുറച്ചും കൂടി ചിന്തിക്കുന്നതിന് മുമ്പൊന്നും കൂടി
പ്രവർത്തിക്കുന്നതിന് മുൻപ് ഒന്നുകൂടി ചിന്തിച്ചതിന് ശേഷം മാത്രം പ്രവർത്തിക്കുക. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.